ചീസ് കേക്ക് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഹണി ബീ ചീസ് കേക്കാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഒരു ഓവൻ്റെ ആവശ്യങ്ങളൊന്നും വരുന്നില്ല. പറയുന്ന മെത്തേഡുകളും അളവുകളും കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വീടുകൾ തയ്യാറാക്കാവുന്നതാണ്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ മറ്റുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും K4 കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചീസ് കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു 1/2 ലിറ്റർ ഓറഞ്ച് ജ്യൂസ്, നല്ല ഫ്രഷ് ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്ത ശേഷം ഇതുപോലൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ ജലാറ്റിനും കൂടി ചേർക്കുക. അതായത് ഏകദേശം 20 ഗ്രാം ജലാറ്റിനാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത്. എടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച ശേഷം ഒന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കുക. അടുത്തായിട്ട് 40 ഗ്രാം ജലാറ്റിൻ ഒരല്പം ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് അതും ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ 60 ഗ്രാം ജലാറ്റിനാണ് ഈ കേക്ക് തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് 400 ഗ്രാം ബിസ്ക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാർ ഉപയോഗിച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കൈവശമുള്ള ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നമുക്കിതിന് ഉപയോഗിക്കാമെന്നാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ്. ഈ കാണുന്ന ഒരു പരുവത്തിൽ വേണം ബിസ്ക്കറ്റ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത്. നമുക്ക് കേക്കിൻ്റെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബിസ്ക്കറ്റ് പൗഡർ ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് 50 ഗ്രാം ബട്ടർ ഒന്ന് മെൽറ്റാക്കിയിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് നമുക്ക് ഇനി ഒരു കേക്കിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം എല്ലാ ഭാഗത്തും ഒരേ കനം വരുന്ന രീതിയിൽ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ പരത്തി നല്ല സെറ്റാക്കി നമുക്ക് ഇതും ഒന്ന് മാറ്റി വെക്കാം. അടുത്തായിട്ട് ചീസ് കേക്കിൻ്റെ ക്രീം തയ്യാറാക്കാം. അതിനായി 250 ഗ്രാം ക്രീം ചീസ് എടുത്ത ശേഷം അതിലേക്ക് 100 ഗ്രാം കട്ടിയുള്ള തൈര്, 2 ടേബിൾ സ്പൂൺ ഹണി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്കൊരല്പം വിപ്പിംഗ് ക്രീം തയ്യാറാക്കണം. അതിനായിട്ട് 250 ഗ്രാം വിപ്പിംഗ് പൗഡറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൽ അല്പം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ കമ്പനികളിൽ വ്യത്യാസപ്പെടുന്ന അനുസരിച്ചിട്ട് പാലിൻ്റെ അളവ് വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ അതിൻ്റെ സാഷയുടെ മുകളിൽ കൊടുത്തിരിക്കുന്ന അതൊന്ന് വായിച്ച് നോക്കിയ ശേഷം അതിനനുസരിച്ചുള്ള പാല് വേണം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ. സ്റ്റോർ ചെയ്യാനുള്ള എളുപ്പത്തിലാണ് നമ്മൾ ഈ പൗഡർ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പൗഡർ ഇല്ല, ഫ്രഷ് ക്രീം ആണെങ്കിൽ അത് വിപ്പ് ചെയ്തെടുത്താലും മതിയാവും. നമ്മൾ വിപ്പിംഗ് ക്രീം തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തയ്യാറാക്കിയ ചീസിൻ്റെ ക്രീം ഉണ്ടായിരുന്നത് അതൊന്നും ചേർത്ത ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്യാൻ പറ്റിയ ജലാറ്റിൻ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ജലാറ്റിൻ നന്നായി മിക്സ് ആയാൽ മാത്രമേ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ മിക്സിൽ നിന്ന് നമുക്ക് കുറച്ച് ഒന്ന് മാറ്റി വെക്കാം. അതെന്തിനാണെന്നുള്ള പുറകെ പറഞ്ഞുതരാം. എന്നിട്ട് അതിന് ശേഷം ഈ ക്രീം നമുക്ക് കേക്ക് മോൾഡിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് എല്ലായിടത്തും ഒരേ കനം വരുന്ന രീതിയിൽ ഒന്ന് പരത്തി നല്ലോണം സ്പ്രെഡ് ചെയ്തെടുക്കാം. നമ്മൾ മാറ്റി വെച്ച ക്രീം ഉണ്ടായിരുന്നല്ലോ അതിലേക്ക് ചൂടാവറ മാറ്റി വെച്ച ഓറഞ്ച് ജ്യൂസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് ആ ക്രീമിൻ്റെ മുകളിലേക്ക് കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരേ കനത്തിൽ എല്ലാ സ്ഥലത്തും ഒരേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ലെയറായിട്ട് വരികയും ചെയ്യും, കാണാനും നല്ല ഭംഗിയുമായിരിക്കും നമ്മളുടെ കേക്ക്. ഇതിന് മുകളിലേക്ക് ഒരു ബബിൾ റാപ്പ് ഞാൻ കേക്കിൻ്റെ മോൾഡിന് കണക്കാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ചിട്ട് ഈ കാണുന്ന പോലെ ഒന്ന് പ്രസ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ബബിൾ റാപ്പ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് ഉപയോഗിച്ചാലും മതിയാവും. ബബിൾ റാപ്പിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത ശേഷം ഒരു 2 മുതൽ 3 മണിക്കൂർ വരെ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് തണുത്ത് സെറ്റാകാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ചീസ് കേക്ക് നല്ല സെറ്റായി വന്നുകൊണ്ട് ഇനി ഇതിനൊന്ന് ഡീമോൾഡ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഈ ബബിൾ റാപ്പ് ഒന്ന് എടുത്ത് മാറ്റാം. ഒരു കത്തിയൊക്കെ ഉപയോഗിച്ച് സൈഡിൽ കൂടിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇതിനൊന്ന് മോൾഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചീസ് കേക്ക് നല്ല സൂപ്പറായിട്ട് സെറ്റായി വന്നുകൊണ്ട് എന്താ ഭംഗി. ബബിൾ റാപ്പൊക്കെ ഒന്ന് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ കണ്ട തേനീച്ചക്കൂടിൻ്റെ ഒരു ലുക്കാണ് നമ്മുടെ കേക്കിന്. അതിൻ്റെ മുകളിലേക്ക് ഹണിയും കൂടി ഒഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ലുക്ക് ഉണ്ടല്ലോ, അടിപൊളിയായിരിക്കും. കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടത് കണ്ടാൽ ആ ഒരു തേൻകൂടിൻ്റെ ഒരു ഭംഗിയായിരിക്കും ഈ കേക്കിന്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ട അടിപൊളി കേക്കാണ് നമുക്ക് വന്നിരിക്കുന്നത്. ആ ഒരു മോഡലൊക്കെ നല്ലോണം കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്യുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരേക്കും ഇസ് ബൈ ഫ്രം ടീം K4 കിച്ചൺ.